നമസ്കാരം, സുഖല്ല എല്ലാവർക്കും. ഇപ്പൊ കർക്കിടക മാസമല്ല. കർക്കിടക മാസത്തില് എല്ലാവർക്കും ആരോഗ്യം കുറച്ച് കുറയുന്ന പറയണ്ട. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ആയുർവേദ മരുന്നുകളൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെ ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മള്. അതിന് കാരണം വെച്ചാല് നല്ല കോരിച്ചെറിയുന്ന മഴയല്ലായിരുന്നു. അപ്പൊ ദഹനമൊക്കെ കുറയും. അപ്പൊ വളരെ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുക. പ്രത്യേകിച്ച് പത്തിലകൾ തോരൻ വെച്ച് കഴിക്കും. പിന്നെ കർക്കിടക കഞ്ഞി മെയിനായിട്ട്, പിന്നെ ഉലുവക്കഞ്ഞി കഴിക്കും കേട്ടാ. അപ്പൊ ഈ കർക്കിടകഞ്ഞി ഉലുവക്കഞ്ഞി കഴിച്ചിട്ട് എല്ലാ ദിവസവും ആകുമ്പോ നമുക്കൊരു മടുപ്പ് വരില്ലേ? അങ്ങനെ വരുമ്പോ ഇടയ്ക്ക് കഴിക്കാവുന്ന ഇത് കഞ്ഞി എന്ന് തന്നെ പറയട്ടെ. ഉലുവയും റാഗിയും ഒക്കെ ചേർത്തിട്ടുള്ളതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അത് കഴിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് വേണം തോന്നുമ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഈ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് റാഗി എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം വാഷ് ചെയ്ത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് എടുത്തിരിക്കുന്നത് 3 ടീസ്പൂൺ ഉലുവയാണ്. ഇതും ഇതുപോലെ തന്നെ നല്ലോണം വാഷ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണേ. അപ്പൊ 1/2 കപ്പ് റാഗിക്ക് 3 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഈ റാഗിക്ക് പകരം റാഗി പൗഡർ ചേർത്തിട്ടുണ്ടാക്കേ. ഇത് 1/4 കപ്പ് പൗഡറൊക്കെ എടുത്താൽ മതിയാവേ. മധുരത്തിനായിട്ട് 6 ഡേറ്റ്സിന് എടുത്തിരിക്കുന്നത്. ഇതും ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ ഡേറ്റ്സ് മാത്രം എടുത്തിരിക്കുന്നത്. ഈ ഡേറ്റ്സ് കുറച്ചിട്ട് ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ പനങ്കൽക്കണ്ടം വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 കപ്പ് നാളികേരാണ്. ഇത് നല്ലോണം അടിച്ചിട്ട് ഇതിന്റെ പാല് പിഴിഞ്ഞെടുക്കണം. 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുക്കണേ. അതുപോലെ തന്നെ റാഗി മിക്സിയിലിട്ട് അടിച്ചിട്ട് 2 പ്രാവശ്യമെങ്കിലും അതിന്റെ പാല് പിഴിഞ്ഞെടുക്കണേ. അപ്പൊ ആദ്യം നമുക്ക് ഈ നാളികേരം ഒന്ന് അടിച്ച് പിഴിഞ്ഞെടുക്കാം. കാരണം ഇതിന്റെ 2-ാം പാലിൽ വേണം നമുക്ക് ഉലുവ ആദ്യം വേവിക്കാനായിട്ട്. 1-ാം പാല് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2-ാം പാല് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ, ചെറിയ പീസസ് ആയിട്ട്, ഇതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നല്ലോണം വെന്തൊന്ന് അലിഞ്ഞ് ചേർന്നോട്ടെ കേട്ടോ. റാഗി പെട്ടെന്ന് വേവില്ല. അപ്പോൾ ഈ ഡേറ്റ്സ് ഇതിൻ്റെ അകത്തേക്ക് അലിഞ്ഞ് ചേരൂലേ. ഇനി ഇത് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ റാഗി ഒന്ന് അടിച്ചെടുക്കുക. ഇത് 2 പ്രാവശ്യം അടിച്ചിട്ട് ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒരുമിച്ച് തന്നെ ഒഴിച്ചാൽ മതി. ഒരു 3 വിസിലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. റാഗി അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ണകലം കുറഞ്ഞ അരിപ്പയിലാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഇതൊന്നും കൂടി നമുക്ക് അടിച്ചെടുക്കേ. 2ാമത് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. എയർ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഉലുവെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഡേറ്റ്സൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ റാഗി മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് നമുക്ക് കുറുക്കിയെടുക്കുക. കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കണ നാളികേരപ്പാലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടയാവുണ്ട് കേട്ടോ. ഇങ്ങനെ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേ. റാഗി ഉലുവക്കഞ്ഞിയിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അല്ലേ. റാഗി ആയിക്കോട്ടെ, ഡേറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാളികേരപ്പാല്, പിന്നെ നമ്മൾ ഉലുവ, ഇതൊക്കെ നല്ല ഗുണങ്ങളുള്ളതാണ്. എല്ലാ ദിവസവും കർക്കിടക കഞ്ഞി കഴിച്ച് നമ്മൾ മടുപ്പ് വരുമ്പോൾ ഇടയ്ക്കൊന്നും ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് ഇത്. കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഇതിലിപ്പോൾ നമ്മൾ ഉലുവ ചേർക്കുന്നതിന് പകരം റാഗി കുറുക്കിയെടുത്തിട്ട് നമ്മൾ നാളികേരപ്പാലും ഡേറ്റ്സും കൂടി മിക്സിയിൽ അടിച്ചെടുത്ത് നല്ലൊരു ഷെയ്ക്കായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.